പക്ഷേ മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നമുണ്ടായി. പ്രശ്നം എന്ന് പറയുന്നത് ഈ സമാധാന അന്തരീക്ഷത്തിൽ പോകുന്ന കേരളത്തെ എങ്ങനെയുണ്ട് ഒരു വർഗീയവൽക്കരിക്കാനെന്ന് ശ്രമം നടന്ന ചില ആളുകളാണ് എന്ന് തോന്നുന്നു അതിനെ ഒരു വിഷയമാക്കി മാറ്റിയത്. അതായത് ഈ ഹിജാബ് ഇട്ടുകൊണ്ട് പർദ്ദയും നിഖാബും ഇട്ടുകൊണ്ട് എക്സാം എഴുതണം, പരീക്ഷ എഴുതണം എന്നാണ് ചില വിദ്യാർത്ഥികളുടെ ആവശ്യം. ഈ കാലിക്കറ്റ് സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ പരീക്ഷാ കേന്ദ്രമായിട്ടുള്ള തിരൂരങ്ങാടിയിലെ PSMO കോളേജിലാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ അന്ന് ദിവസം അവരെ ആ വസ്ത്രമിട്ട് പരീക്ഷ എഴുതാൻ അനുവദിച്ചു. പക്ഷേ അന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ അസീസ് അവരോട് പറഞ്ഞത് ഇത് ഇനി നടക്കില്ല, കാരണം ഇത് പരീക്ഷയ്ക്ക് നിയമങ്ങൾക്ക് വിരുദ്ധമാണ്, മുഖം മറച്ചുകൊണ്ട് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി ഈ അധ്യാപകനെതിരായിക്കൊണ്ട് വലിയ പ്രതിഷേധം വരുന്നു, SDPI രംഗത്ത് വരുന്നു, മുസ്ലിം സംഘടനകൾ വസ്ത്ര സ്വാതന്ത്ര്യത്തിനെതിരാണ് ഈ സംഭവം എന്ന് പറയുന്നു, വലിയ പ്രശ്നമാവുകയാണ്. യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസ രംഗത്തേക്ക് ഇങ്ങനെ ഈ പറയുന്ന നിഖാബൊക്കെ ധരിച്ചുകൊണ്ട് എഴുതണമെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ശരിയാണ്? നമ്മൾ വിദ്യാഭ്യാസ രംഗത്തെ അതിൻ്റേതായിട്ടുള്ള പരിശുദ്ധിയിൽ കാണുകയും അതിൻ്റെ ഒരു അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് അതിനെ ഒരിക്കലും നമ്മൾ മതാചാര പ്രകടനം നടത്തുന്നതിനുള്ള വേദിയാക്കി മാറ്റാൻ പാടില്ല. കാരണം നമ്മൾ പരീക്ഷ എഴുതാനാണ് പോകുന്നത്, പ്രാർത്ഥിക്കാൻ പോയല്ലേ. പള്ളിയിൽ പോകുമ്പോൾ അവർക്ക് മതാചാരം പ്രകാരമുള്ളതായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാം, അതാണ് വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതല്ലാതെ അനുവദനീയമല്ലാത്തതായിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ ചെന്ന് പരീക്ഷ എഴുതുകയും അത് തിരുത്താനായിട്ട് ആവശ്യപ്പെടുന്നു. സത്യത്തിൽ പ്രിൻസിപ്പൾ ചെയ്യേണ്ടിയിരുന്ന ആദ്യത്തെ ദിവസം തന്നെ പരീക്ഷ എഴുതിക്കാൻ പാടില്ലായിരുന്നുള്ളതാണ്. അത് കഴിച്ചു വെച്ചിട്ട് ഒന്ന് പരീക്ഷ എഴുതാൻ പറയണം. കാരണം NTA എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഇന്ത്യയിൽ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന, നമ്മൾ നീറ്റ് പോലെയുള്ള എന്താണ് പരീക്ഷകൾ എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. മാത്രമല്ല കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനൊക്കെ അത് ഉപയോഗിക്കപ്പെടുന്നു. അപ്പോൾ ആ പരീക്ഷകളിലൊന്നും ഇവരാരും ഹിജാബ് ധരിച്ച് ചെല്ലാറില്ല. ഹിജാബ് ധരിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവർ അത് എന്താണ് പരീക്ഷാ ഹാളിൽ നിന്നല്ല, പരീക്ഷാ കോമ്പൗണ്ടിൽ പോലും അവർ കയറ്റില്ല, പറഞ്ഞുവിടും. അതിന് കീഴടങ്ങി ജീവിക്കുന്നവരാണ് എന്തായാലും ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളും. ഈ വേഷം മാത്രമല്ല, മതാചാര വേഷങ്ങളായിട്ടൊന്നും അവിടെ ചെല്ലാൻ പാടില്ല എന്നുള്ളത് വളരെ കർശനമാണ്. അവരഴിച്ച് പരിശോധിക്കുകയും ചെയ്യും. അപ്പോൾ അത് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ഈ മുസ്ലിങ്ങൾ ആരെങ്കിലും ആ പരീക്ഷ എഴുതാതിരിക്കുന്നുണ്ട്? ഇല്ല. അപ്പോൾ ആ നിയമം അനുസരിച്ച് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, അവിടെ പരീക്ഷ എഴുതാനായിട്ട് ചെല്ലുന്നത്. അതേപോലെ തന്നെ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ യൂണിഫോം ഉണ്ട്, യൂണിഫോം ധരിച്ച് തന്നെയാണ് അവരവിടെ ചെല്ലുന്നത്. അല്ലാണ്ട് അതിന് പകരമായിട്ട് ഹിജാബ് ധരിച്ച് ചെല്ലുന്നില്ല. ഹിജാബ് ധരിക്കാനായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായ വേഷങ്ങൾ ധരിക്കാനായിട്ട് അനുവദിക്കപ്പെടുന്ന ചില ദിവസങ്ങളുണ്ടാവും. ആ ദിവസങ്ങൾ അതാകാം. അതാണുള്ള നിയമം. ആ നിയമത്തിനനുസരിച്ച് നമ്മളെപ്പോഴും റൂൾ ഓഫ് ലോ എന്ന് പറയുന്നതാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നതായ, നമ്മളെ രാജ്യത്ത് ജനാധിപത്യവൽക്കരിച്ച് നിലനിർത്തുന്നതായ. അപ്പം നിയമവിധേയമായ ജീവിതമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമാധാന ജീവിതം എന്ന് പറയുന്നത്. അത് താർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പറയുന്ന സ്കൂളിൻ്റെ പ്രത്യേകതയും ആ പരീക്ഷയുടെയും പ്രത്യേകതയുണ്ട്. ആ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ സ്കീമിലുള്ള പരീക്ഷയാണ്. എന്നുവെച്ചാൽ സാധാരണ രീതിയിൽ വിദ്യാഭ്യാസത്തിൻ്റെ പടികളിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുകൾ, അവർക്ക് സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. തുടർ വിദ്യാഭ്യാസത്തിനോ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതൊക്കെ ഉപയോഗിച്ച് പഠിച്ച് ജയിക്കുന്നതിന് പകരം ആ വിദ്യാഭ്യാസ രംഗത്തെയും അതേപോലെ തന്നെ പരീക്ഷാ ഹാളിനെയും മതചിഹ്നങ്ങൾ കാണിച്ച് ഭയപ്പെടുത്താൻ നടക്കുന്ന ആളുകൾ വർഗീയവാദികളാണ്. വേറെ യാതൊരു തർക്കമൊന്നും അതിനകത്തില്ല. മുസ്ലിം സമൂഹം അതിൻ്റെ ഒപ്പമാണ് എന്ന് നമ്മൾ കരുതേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് മുസ്ലിങ്ങൾ, അത് കുറച്ച് മുസ്ലിങ്ങളും കുറച്ച് ഹിന്ദുക്കളും അതുപോലെ കുറച്ച് ക്രിസ്ത്യാനികളൊക്കെ വർഗീയവാദികളാണ്. അതൊന്നും ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അവരുടെ ആ വർഗീയവാദത്തെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ആണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, ഈ പരീക്ഷാ ഹാളിന് യൂട്ടിലൈസ് ചെയ്തിരിക്കും. അത് അനുവദിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ പരീക്ഷാ ഹാളുകൾ എന്ന് പറയുന്നത് പരീക്ഷ എഴുതാനുള്ള സ്ഥലമാണ്, അത് പ്രാർത്ഥനാ ഹാളല്ല എന്നിവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമാണ്. പ്രാർത്ഥനാ ഹാളുകളിലേക്കാണ് അവരുടെ ഓരോ ജാതിക്കാരുടെയും മതചിഹ്നങ്ങൾ വരാവുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ചെല്ലേണ്ടത്. പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ധരിക്കേണ്ട വസ്ത്രങ്ങൾ ധരിച്ചില്ലേ. കുറച്ച് കാലം മുമ്പിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഹിജാബ് ധരിച്ച് കയറ്റണം എന്ന് പറഞ്ഞിട്ട് ആവശ്യമായിട്ട് വിദ്യാർത്ഥികൾ നടന്ന്, അത് ശരിയല്ല എന്ന് കോളേജ് പ്രിൻസിപ്പൾ പറഞ്ഞു. അതാണ് ശരി, പ്രിൻസിപ്പൾ പറയുന്നതാണ് ശരി. കാരണം എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഒരു ഡ്രസ് കോഡുണ്ട്. ആ ഡ്രസ് കോഡ് അനുസരിച്ച് അവർ ക്യാമ്പസിലും അതുപോലെ പരീക്ഷാ ഹാളിലൊക്കെ ഹാജരാകാൻ പാടുള്ളൂ. അത് മനസ്സിലാക്കുക. അതല്ലാണ്ട് ബഹളവും അക്രമമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ബഹളം അക്രമമൊക്കെ ഉണ്ടാക്കുന്ന ആളുകളെ നിയമത്തിന് കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള കാര്യം. അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ചെയ്ത് മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട്
ഒരു രാജ്യത്തും ഒരു ഭരണാധികാരിക്കും ഭരണം നടത്താനായിട്ട് കഴിയില്ല. പക്ഷേ ഇവിടെ ഈ പറയുന്ന, അതായത് ഇത്തരം തോന്നിവാസങ്ങൾക്കെതിരെ നമ്മൾ ശബ്ദം ഉയർത്തിയാൽ, അതായത് മാഷ് പറഞ്ഞല്ലോ ഇപ്പോൾ എല്ലാ മതവിഭാഗങ്ങളിലും കുറച്ച് വർഗീയവാദികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളോട് പറഞ്ഞാൽ, ഇത്തരം ഹിജാബ് വിഷയത്തിൽ എന്തെങ്കിലും നമ്മളിപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്തിനാണ് നിങ്ങൾ മതം കലർത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു വലിയ വിഭാഗം എന്ന് പറയുകയാണ്, നിങ്ങൾ ഇസ്ലാമോഫോബിയ പടർത്തുകയാണ്, നിങ്ങൾ ഒരു വിഭാഗത്തെ ലക്ഷ്യമിടുകയാണ്, നിങ്ങൾ പിന്നെ ഈ പറയുന്ന വർഗീയവാദി, അതായത് ഇത് പറയുന്ന മാഷും ഞാനും വർഗീയവാദികളാണ്. അത് ഏത് വർഗീയവാദിയാണ്? ഏതെങ്കിലും ഹിന്ദുവോ ക്രിസ്ത്യൻസോ ആയിക്കോട്ടെ, ഈ ഇസ്ലാം വിരുദ്ധ വർഗീയവാദികളാണ് എന്ന് പറഞ്ഞ് നേരെ തിരിച്ച് ചാപ്പ കുത്തുന്ന ഒരു പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, ഈ ചാപ്പകുത്തലൊക്കെ നടക്കും. അത് ചാപ്പകുത്താൻ കുറേ ആളുകൾ നിന്ന് കഴിഞ്ഞാൽ ചാപ്പകുത്തലൊക്കെ നടക്കും. നമ്മളെന്തിനാണ് അതിന് ഭയപ്പെടുന്നത്? നമ്മളുടെ സത്യം വിളിച്ചു പറയുക. നമ്മളാരും, ഞാനൊന്നും ഒരിക്കലും മുസ്ലിം വിരുദ്ധനായ ഒരാളൊന്നല്ല. പല കാര്യങ്ങൾക്കും മുസ്ലിമിനോട് വളരെ വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ഭരണകൂടവും അതേപോലെ തന്നെ മറ്റു സംവിധാനങ്ങളും പ്രവർത്തിക്കുന്ന സമയത്ത് അതിനെ ശക്തമായിട്ട് എതിർക്കുന്ന ആളുകൂടിയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അത് ശരിയത്. കാരണം വെച്ചാൽ വളരെ സമാധാനപൂർവ്വം നടന്നു പോകുന്നതായിട്ടുള്ള നമ്മളുടെ സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് അതിനെ എതിർത്തേ പറ്റൂ. അതിലൊന്നും തർക്കമില്ല. ചാപ്പകുത്തിട്ട് എന്താ കാര്യം? ചാപ്പകുത്തുന്ന ആൾക്കാർ സൈബർ ആക്രമണങ്ങളുണ്ടാവും. ഇതൊക്കെ ഭയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് അവരുടെ വൈകാരിക പ്രകടനങ്ങളായിട്ട് കണക്കാക്കുകയും അവർ തിരുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. കാരണം നമ്മളിപ്പോൾ ഈ മുസ്ലിങ്ങളുടെ ഒരു കാര്യത്തിൽ മാത്രമാണ് അങ്ങനത്തെ ഒരു നിലപാട് എടുക്കുന്നതെങ്കിൽ അത് ശരിയാണ്. പക്ഷെ അതല്ലല്ലോ. ഹിന്ദുക്കൾ വർഗീയവാദം കാണിച്ചാലും ഞാൻ എതിർക്കാറുണ്ട്. ക്രിസ്ത്യാനികൾ വർഗീയവാദികളായി കഴിഞ്ഞാലും നമ്മൾ എതിർക്കാറുണ്ടെന്നുള്ളതാണ്. പക്ഷെ അവിടെയാണ് മാഷെ, അതായത് ക്രിസ്ത്യാനികൾ വർഗീയവാദം കാണിക്കുമ്പോഴോ ഹിന്ദുക്കൾ വർഗീയവാദം കാണിക്കുമ്പോഴോ ആ ഹിന്ദു ക്രിസ്ത്യൻ വർഗീയ സംഘടനകളെ നമ്മൾ എതിർക്കുമ്പോൾ ഹിന്ദുക്കളെ മൊത്തം പറയുന്നു അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനെ മൊത്തം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻസ് ആരും വരാറില്ല. പക്ഷേ ഇവിടെ നമ്മൾ SDPIയോ പോപ്പുലർ ഫ്രണ്ടിനെയോ ഒക്കെ എതിർക്കുമ്പോൾ ഇത് ഞങ്ങളെ മൊത്തം എതിർക്കുകയാണ് എന്ന് പറഞ്ഞൊരു നെറേഷൻ സജീവമായി അങ്ങ് സൃഷ്ടിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ കൃത്യമായൊരു പൊളിറ്റിക്സ് ഇല്ലേ? അല്ല, അതങ്ങനെ അവർ ചെയ്താൽ മാത്രമാണ് അവർ മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള വർഗീയവാദത്തിനെ അവർക്ക് കുറച്ച് ജനകീയമായിട്ടുള്ള ബലം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുള്ളൂ എന്നവർ വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മനസ്സിലായി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന അങ്ങനെ ഒരു ന്യൂനപക്ഷ സമൂഹമൊന്നുമല്ല എല്ലാവരും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ ആ വാദത്തിനൊന്നും യാതൊരു പ്രസക്തിയില്ല. എല്ലാ മേഖലയിലും അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അവരുടെ ഇടയിൽ ദരിദ്രരായിട്ടുള്ള കുറേ മനുഷ്യരുണ്ട്. അവരെയൊന്നും ഇവരാരും സഹായിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ദരിദ്രരായിട്ടുള്ള മനുഷ്യരുടെ ഒരു ഉന്നമനം എന്ന് പറയുന്നത് കേരളത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിലും ഉണ്ട്. അത് അവരുടെ ഒരു ഉന്നമനം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയും. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ നടത്തേണ്ടത്. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരിങ്ങനെ വർഗീയമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ട് അത് മുഴുവനും മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ കൊണ്ടുവന്ന് മുസ്ലിം വിരുദ്ധരായിട്ട് ഇവർ ചെയ്യുന്നതായിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രവണതകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെയും സംസാരിക്കുന്ന ആളുകളെയും ചാപ്പകുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ അവർ ചെയ്യും. നമ്മളത് അവർ ചെയ്യേണ്ടതെന്ന് പറയേണ്ട കാര്യമില്ല. അത് അവരുടെ ജോലിയാണ്. കാരണം അവരിപ്പോൾ നമുക്കറിയാലോ എന്താണ് ജോസഫ് മാസ്റ്റർ കൈ വെട്ടിയെടുത്തു. അത് മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകൾ ചെയ്ത കാര്യമാണ്. അതിനെ എതിർക്കാതിരിക്കുന്നത് എന്തൊരു അബദ്ധമാണ്. അതിനെതിർത്തേ പറ്റൂ. അപ്പം അതിനെ എതിർക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടി മുസ്ലിങ്ങളെ എതിർക്കുന്നു എന്ന് പറയുന്നത് ഒരു പ്രസക്തിയില്ല. മുസ്ലിങ്ങളിൽ കുറേ ആളുകൾ ചെയ്യുന്ന വൃത്തികേടുകൾ എതിർക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ നമുക്ക് അവസാനിപ്പിക്കുന്ന സമയമായി ഒരു ചെറിയ കാര്യം കൂടി അതിനോട് എനിക്ക് ചോദിക്കാനുണ്ട്. അതായത് ഒരു മാധ്യമപ്രവർത്തകൻ, ഒരു പ്രമുഖനായ മാധ്യമപ്രവർത്തകൻ പറയുന്നത് ഞാൻ കേട്ടു. അതായത് ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത, ഇത് രണ്ടിനെയും താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളൊന്നുമല്ല. ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത് ഭൂരിപക്ഷം കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനോട് പോരടിക്കാൻ വേണ്ടി അവരുടെ അതിജീവനത്തിന് വേണ്ടി അവർ ചെയ്യുന്ന എന്തോ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ന്യായീകരിക്കുന്ന രീതിയിൽ ഒന്ന് രണ്ട് തവണ ഒരു പ്രമുഖനായ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഒരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു. ഈ വർഗീയ മതത്തിന് അങ്ങനെ ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു അതിജീവനത്തിൻ്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? രണ്ടിനെയും എതിർക്കേണ്ടത്. നേരത്തെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തിരുന്നൊരു നിലപാട് എന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും വർഗീയതയാണെന്ന നിലപാടായിരുന്നു. പിന്നീടാണ് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ അത് മാറ്റി. അതിൻ്റെ കുഴപ്പങ്ങളും തകരാറുകളും വലിയ തരത്തിൽ നമ്മുടെ സമൂഹത്തിലുണ്ടായി. വർഗീയതയ്ക്ക് ന്യൂനപക്ഷമെന്നോ അതേപോലെ ഭൂരിപക്ഷമെന്നോ പറയുന്നൊന്നുമില്ല. വർഗീയതയാണ്. പക്ഷേ ഭൂരിപക്ഷ വർഗീയത അപകടകരമാണ് ന്യൂനപക്ഷത്തിനേക്കാൾ. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഈ വർഗീയവാദത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാവുന്നതായിട്ടുള്ള സാധ്യതകൾ കൂടും. ഇപ്പോൾ നമ്മൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോകുന്ന ഹിന്ദുക്കൾക്ക്
വലിയ തരത്തിൽ ആക്രമണം നേരിടേണ്ടി വരും. അതേപോലെ തന്നെയാണ് ന്യൂനപക്ഷമായി നിൽക്കുന്ന മുസ്ലിങ്ങൾ. ഹിന്ദു വർഗീയത ശക്തമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കും അതിഭീകരമായ നഷ്ടം വരും. ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോൾ വലിയ കുഴപ്പങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായിട്ട് അടിക്കാനുള്ള ശേഷിയുണ്ട്. അതില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷത്തിന്റെ അതിക്രമത്തിനും അക്രമത്തിനും വിധേയമായിട്ട് ആ ചെറിയ പക്ഷം എന്ത് ചെയ്യും തകർന്നുള്ള സാധ്യതയുണ്ട്. പക്ഷെ വർഗീയതയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഒന്ന് തന്നെയാണ്. ന്യൂനപക്ഷ വർഗീയത ആയി കഴിഞ്ഞാലും ഭൂരിപക്ഷ വർഗീയതയായാലും അത് വർഗീയതയാണ്. വർഗീയതയെ എതിർത്തേ പറ്റൂ. ന്യൂനപക്ഷത്തിൻ്റെ വർഗീയതയെ താലോലിക്കാനൊന്നും ഒരു തരത്തിലും ആരും പോകേണ്ട കാര്യമില്ല. അത് ശരിയുമല്ല. അതാണ് എന്തായാലും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്തരം മത ചിഹ്നങ്ങൾ കൊണ്ടുവന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണ്ടെന്ന് തീരുമാനിക്കുന്നതാണ് ബുദ്ധി. അതാണ് നല്ലത്. അതാണ് ഇത്തിരി സോബറായിട്ടുള്ള സമൂഹത്തിന് നല്ലത്. ശരി.